JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള PSCയുടെ 10th പ്രിലിംസിന്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. സാറേ, എങ്ങനെയാണ് കട്ട് ഓഫ് വരിക, എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് സേഫ് സോൺ ആണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അവർ സംസാരിക്കാറുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാവരും അറിയേണ്ട റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കട്ട് ഓഫിനെ സംബന്ധിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഓരോ ജില്ലയിലെയും എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓരോ ജില്ലയും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് നോക്കാം. ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 66.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് കൊല്ലം ജില്ല എടുത്താൽ 64.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്ത വയനാട് ജില്ല എടുത്താൽ 49.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്ത കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 52.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 63 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ലയിൽ 48 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് പാലക്കാട് ജില്ല എടുത്താൽ 58.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 61.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്ത പത്തനംതിട്ട ജില്ലയിൽ 48 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 62 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ല എടുത്താൽ 47 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ 60 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കുകൾ ഓരോ ജില്ലയുടെയും നമ്മൾ കാണാൻ സാധിച്ചത്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക്, എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഓരോ ജില്ലയിലും നമുക്ക് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്കുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇത് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ല എടുത്താൽ 64നും 66നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. അടുത്തത് കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 60നും 64നും ഇടയ്ക്കാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്ന് പറയുന്നത്. അടുത്ത വയനാട് ജില്ലയിൽ 47നും 50നും ഇടയ്ക്കാണ് എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്ന് പറയുന്നത്. അടുത്ത കണ്ണൂർ ജില്ലയിൽ 49നും 53നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. അടുത്ത തൃശ്ശൂർ ജില്ല എടുത്താൽ 60നും 62 മാർക്കിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. അടുത്ത കാസർഗോഡ് ജില്ലയിൽ 47നും 49നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. അടുത്ത് പാലക്കാട് ജില്ലയിൽ 56നും 59നും ഇടയ്ക്കാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. ഇത് ധാരാളം കുട്ടികൾ എന്നെ വിളിച്ച് അവരുടെ മാർക്കുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചത്. അപ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും നമ്മൾ ഒരു പ്രവചനം എന്ന രീതിക്ക് ഒരു സാധ്യത കട്ട് ഓഫ് ആണ്, എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ 60നും 62നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. അടുത്ത പത്തനംതിട്ട ജില്ലയിൽ 46നും 48 മാർക്കിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. അടുത്ത മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 60നും 63നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. അടുത്ത കോഴിക്കോട് ജില്ലയിൽ 44നും 48 മാർക്കിനും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. എറണാകുളം ജില്ല എടുത്താൽ 58നും 61നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്ന ധാരാളം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര പേരെ ആണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ലിസ്റ്റിന്റെ വ്യാപ്തി എത്ര കണ്ട് വേണം, അങ്ങനെ ഒക്കെ ഒരു ധാരാളം മാനദണ്ഡങ്ങൾ കട്ട് ഓഫ് മാർക്കിൽ ഉൾപ്പെടുത്താറുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്കിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും നമ്മൾ ഒരു പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കാറുണ്ട്. സാറേ, എങ്ങനെയാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വരിക എന്നതിനെ കുറിച്ച്
ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെയധികം ടെൻഷനിലാണ് പല ഉദ്യോഗാർത്ഥികളും. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയിൽ ഉദ്യോഗാർത്ഥികൾക്ക് എത്താൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതീക്ഷിത എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര ശതമാനം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാലും നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.